എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വ്യായാമം അല്ലെ വർക്കൗട്ട് ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷേ വർക്കൗട്ട് ചെയ്യാത്തവരുടെ എണ്ണമാണ് അതിൽ കൂടുതൽ. നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പഠനം വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ പ്രായപൂർത്തിയായ ആൾക്കാരിൽ പകുതി പേർക്ക് പോലും WHO നിഷ്കർഷിച്ചിരിക്കുന്ന വ്യായാമം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യായാമരഹിതമായ ജീവിതം നയിച്ചാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അത് ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമമില്ലാത്ത ഒരാളിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുന്നു എന്നുള്ളതാണ്. അതായത് അവർ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് മിച്ചം വരുന്നത് കൊഴുപ്പായിട്ട് മാറ്റി നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നു. അവർ കൊഴുപ്പ് കൂടിയ ആഹാരം കഴിക്കുമ്പോഴും ആ കൊഴുപ്പ് കൂടുതലായിട്ടുള്ളത് ശരീരത്തിൽ സൂക്ഷിക്കുന്നു. അങ്ങനെയുള്ള കൊഴുപ്പ് നമ്മുടെ ത്വക്കിനടിയിലും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളിലുമാണ് സൂക്ഷിക്കുന്നത്. അതായത് നമ്മുടെ കരളിൽ സൂക്ഷിക്കുന്നു, ഹൃദയത്തിൻ്റെ ഭിത്തിയുടെ മുകളിൽ സൂക്ഷിക്കുന്നു, ഇങ്ങനെ ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ത്വക്കിനടിയിൽ സൂക്ഷിക്കുന്ന കൊഴുപ്പ് വലിയ അപകടകാരിയല്ല. പക്ഷേ ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിക്കുന്ന കൊഴുപ്പ് വലിയ അപകടകാരിയാണ്. അതിൽ നിന്നും ചില രാസപദാർത്ഥങ്ങൾ രക്തത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. അവ പല ജീവിതശൈലി രോഗങ്ങളുടെയും തുടക്കത്തിന് കാരണമാകുന്നു. അങ്ങനെയുള്ളവർക്കാണ് പ്രമേഹം കൂടുതലായിട്ടുണ്ടാകുന്നത്. അവർക്ക് ഒമിസിറ്റി അല്ലെ അമിതവണ്ണം ഉണ്ടാകുന്നു. അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന രോഗം ഉണ്ടാകുന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, സ്ട്രോക്ക് ഉണ്ടാകുന്നു. പെൺകുട്ടികളിലാണെങ്കിൽ PCOD എന്ന രോഗം ഉണ്ടാകുന്നു. അവരുടെ കൊളസ്ട്രോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു, അവരുടെ BP കൂടുന്നു. ഇങ്ങനെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ്. തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഡെയിലി വ്യായാമം അത്യാവശ്യമാണ്. ഡെയിലി വ്യായാമം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയുകയും അവർക്ക് മന്ദത അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. ഉദാഹരണമായിട്ട് വിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികൾ വ്യായാമം ചെയ്തില്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു, നന്നായിട്ട് പഠിക്കാൻ പറ്റാതെ വരുന്നു. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു, അതായത് കൂടുതൽ ക്ഷീണം വരുന്നു, ഊർജ്ജസ്വലത ഇല്ലാതെ വരുന്നു, ഡെമൻഷ്യ അല്ലെങ്കിൽ മറവി രോഗമുണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള വിഷാദ രോഗങ്ങളുണ്ടാകുന്നു. ഇവയൊക്കെ വ്യായാമത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. പിന്നെ കൊഴുപ്പ് നമ്മുടെ തൊണ്ടയിൽ അടിയുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസനാളിയുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. അതായത് കൂടുതൽ നല്ലപോലെ ഓക്സിജൻ അകത്തേക്ക് കടക്കാതെ വരുന്നു, പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്നു. അതായത് ഉറക്കത്തിൽ അവർ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് കടക്കുകയാണെങ്കിൽ അസിഡിറ്റി ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടുണ്ടാകുന്നു. ഗോൾ ബാർഡറിൽ അല്ലെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകുന്നു. പിന്നെ വ്യായാമമില്ലായ്മ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനെയാണ്. വ്യായാമം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതും നമ്മുടെ ഹൃദയത്തിനാണ്. ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യണം. എയറോബിക് വ്യായാമങ്ങളാണ് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അതായത് ഹൃദയത്തിൻ്റെ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മൾ ഡെയിലി എയറോബിക് വ്യായാമം ചെയ്യണം. അതായത് വേഗതയിലുള്ള നടപ്പ്, സൈക്ലിങ്, അതുപോലെ തന്നെ ട്രെഡ്മില്ലിൽ കയറുന്നത് ഒക്കെ എയറോബിക് വ്യായാമങ്ങളാണ്. അപ്പോൾ ഇവ ചെയ്യുമ്പോൾ നമ്മുടെ കാർഡിയാക്ക് പേശികൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ പേശികളിലേക്ക് കൂടുതൽ രക്തം എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം കൂടുതൽ ശക്തിയായിട്ടിരിക്കുന്നു, കൂടുതൽ പ്രാവശ്യം ഇടിക്കുന്നു. ഇതൊക്കെ കാർഡിയാക് മസിലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ വ്യായാമം ചെയ്യാത്തവരിൽ കാർഡിയാക് മസിലിൻ്റെ പേശികളുടെ അല്ലെ ഹൃദയത്തിൻ്റെ പേശികളുടെ ആരോഗ്യം ക്ഷയിക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് കരളിൻ്റെ പ്രശ്നമാണ്. അതായത് കരളിൽ കൊഴുപ്പടിയുന്നുണ്ട്. കരളിൽ കൊഴുപ്പടിയുന്നത് കൊണ്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മദ്യം കഴിക്കാത്തവരിൽ പോലും ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ വ്യായാമമില്ലായ്മയാണ്. പിന്നെ വ്യായാമം ചെയ്യാത്തവരിൽ ഫാറ്റി ലിവർ മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വ്യായാമം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ പേശികൾക്കാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ പേശികൾ സുദൃഢമാകാനും പേശികൾ വലിപ്പം വെക്കുവാനും നമുക്ക് വ്യായാമം വേണം. മിക്ക ചെറുപ്പക്കാരും വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ പേശികളെ അവർക്ക് വളർത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർ വെയിറ്റ് ട്രെയിനിങ്, അമ്പൽ ഉപയോഗിച്ചുള്ള വ്യായാമമൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ പേശികളെ അവർക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ പേശികൾ നല്ലപോലെ സുദൃഢമാകുവാനും വളരുവാനും നമുക്ക് വ്യായാമം അല്ലെ വർക്കൗട്ട് വളരെ അത്യാവശ്യമാണ്. അത് വെയിറ്റ് എടുത്തുള്ള വ്യായാമമാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രയോജനം ചെയ്യും.
പിന്നെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യമാണ്. എല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ വ്യായാമം വേണം. വ്യായാമം ഇല്ലായ്മ മൂലം നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം ക്ഷയിക്കും. അതായത് ബോൺ ഡെൻസിറ്റി കുറയ്ക്കും. അതായത് നിങ്ങൾ ബോൺ സ്കാൻ ചെയ്യുമ്പോൾ ആ ബോണിൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ വ്യായാമം ചെയ്യാത്തവരിൽ ഈ ബോൺ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു രോഗാവസ്ഥ ഉണ്ടാകാം. അതായത് ഓസ്റ്റിയോപോറോസിസ് എന്നാണ് ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത്. അതായത് എല്ലിൻ്റെ ബലം കുറയുന്ന ഒരു രോഗമാണ്. അത് വ്യായാമം ഇല്ലായ്മയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയുള്ളവരിൽ ഒരു ചെറിയ പരുക്ക് പറ്റിയാൽ പോലും പെട്ടെന്ന് അവരുടെ എല്ല് ഒടിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബോണിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ജോയിൻറ്റിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ്. വ്യായാമം കൊണ്ടുള്ള പ്രയോജനങ്ങൾ മിക്കവരും ധരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പേശികൾക്കും അതുപോലെ തന്നെ എല്ലുകൾക്കുമാണ്. പക്ഷേ നമ്മുടെ ജോയിൻറ്റിന് വ്യായാമം വേണം എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. വ്യായാമത്തിൻ്റെ അഭാവം കൊണ്ട് നമ്മുടെ ജോയിൻറ്റിൻ്റെ അല്ലെ സന്ധികളുടെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ഹിപ്പ് അതുപോലെ തന്നെ നമ്മുടെ മുട്ടിൻ്റെ ജോയിൻ്റാണ്. ഇവിടെ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വ്യായാമം ചെയ്യാത്തവരിൽ അമിതഭാരം ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ അമിതമായിട്ട് ഭാരം ഉണ്ടാകുന്നത് അല്ലെ അമിതവണ്ണം ഉണ്ടായി കഴിയുമ്പോൾ ഭാരത്തിൻ്റെ നല്ല ഒരു ഭാഗം ചുമക്കേണ്ടത് നമ്മുടെ മുട്ടിലെ സന്ധികളും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിലെ സന്ധികളുമാണ്. അപ്പോൾ അവിടെ ആർത്രൈറ്റിസ് അല്ലെ അവിടെ നീർക്കെട്ട് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വ്യായാമരഹിതമായ ജീവിതം കൊണ്ട് നമ്മുടെ പേശികൾക്ക് ബലം കുറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പേശികളുടെ വലിപ്പം കുറയുന്നു. അങ്ങനെ പേശികളുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ ഈ പേശികൾക്കിടയിലാണ് നമ്മുടെ ജോയിൻ്റ് ഉള്ളത്. അല്ലെ ഈ ജോയിൻറ്റിനെ ബന്ധിപ്പിക്കുന്ന പേശികൾ ദുർബലമാകുന്നു. അപ്പോൾ നമ്മുടെ ജോയിൻ്റ് അല്ലെ സന്ധികളുടെ ആരോഗ്യവും ദുർബലമാകുന്നു. അതും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അപ്പോൾ ജോയിൻ്റ് അല്ലെ സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ ചില വ്യായാമങ്ങൾ ചെയ്യണം. നമ്മുടെ വേഗതയിലുള്ള നടപ്പ്, സ്കിപ്പിങ്, അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ്, ഇതൊക്കെ നമ്മുടെ സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നവയാണ്. പിന്നെ നമുക്ക് വ്യായാമരഹിതമായ ജീവിതം കൊണ്ട് പലപ്പോഴും ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പല ചെറുപ്പക്കാർക്കും ഉറക്കം വളരെ കുറവാണ്. ആ ഉറക്കമില്ലായ്മ കൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഉറക്കമില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ വ്യായാമം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്ത് നോക്ക്, നല്ലപോലെ ഉറങ്ങുവാൻ കഴിയും. പലപ്പോഴും വ്യായാമം ചെയ്യാൻ എൻ്റെ കൂടെ വരുന്ന ആൾക്കാർ പറയുന്നത് 2 ദിവസം വ്യായാമം ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരികയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെയിലി വ്യായാമം ചെയ്യുന്നവർക്കൊക്കെ ജോലി ചെയ്യുവാൻ വളരെയധികം എനർജിയുണ്ട്. ഒരു ദിവസം അവർ വ്യായാമം ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ അവർ പറയും ഇന്നലെ വ്യായാമം ചെയ്യാഞ്ഞതുകൊണ്ട് ആകെപ്പാടെ ഒരു വല്ലായ്മയായിരുന്നു, ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മയായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ വ്യായാമം നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുവാനും നമുക്ക് നമ്മുടെ ജോലി നല്ലപോലെ ചെയ്യുവാനും നമുക്ക് നല്ലപോലെ ഉറങ്ങുവാനും അതുപോലെ തന്നെ പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ ഗൗരവ സ്വഭാവമുള്ള രോഗങ്ങളെ അകറ്റി നിർത്തുവാനും വ്യായാമത്തിന് വളരെയധികം സാധിക്കും. അല്ലെ വ്യായാമം നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഈ വക രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താം. അപ്പോൾ ഡെയിലി നമ്മൾ ഈ വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി തന്നെ എൻ്റെ ചാനലിൽ 2-3 വീഡിയോകളുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.